നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങളാണ് സമൂഹത്തിലുടനീളം ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മാധ്യമങ്ങളും പ്രോസിക്യൂഷനും പോലീസും എല്ലാം ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ചില കാര്യങ്ങൾ തന്നെയാണ്. ലോകത്തെങ്ങുമില്ലാത്ത വിധം ഒരു വലിയ സെൻസേഷൻ നിലനിർത്തി വലിയ രീതിയിലൊരു ചർച്ച സമൂഹത്തിൽ കഴിഞ്ഞ 8 വർഷം ഉണ്ടാക്കിക്കൊണ്ടുപോയതിൽ ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഏതാണ്ട് ദിലീപിനെ തൂക്കിക്കൊന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് തൂക്കിക്കൊല്ലാനുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വലിയ പ്രകടനമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രോസിക്യൂഷൻ അഭിഭാഷകർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തെളിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ കോടതി ദിലീപിനെ വെറുതെ വിട്ടേക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ കേസിന്റെ ആദ്യം മുതൽ പിന്തുടരുന്ന ഒരാളെന്ന രീതിയിൽ വളരെ വ്യക്തമായി എനിക്ക് പറയാൻ കഴിയും, ദിലീപിനെ ഈ വിഷയത്തിൽ കൊടുക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ദിലീപ് ഇതിലുണ്ട് എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒരു തെളിവുകളും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ദിലീപ് പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന്റെ ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ദിലീപ് പറയുന്ന കാര്യം എന്താണ്? ഗൂഢാലോചന ഉണ്ട് എന്നാണ്. കൃത്യമായും ദിലീപിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനും ദിലീപിനെ ഇതിൽ പ്രതി ചേർക്കാനുമുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം ആദ്യം മുതലുണ്ട്. ആദ്യം ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടത്ര തെളിവുകൾ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തെളിവുകൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതി, അതായത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി, ആ പ്രതി ഒരു കത്തെഴുതി എന്ന ഒറ്റ കാരണം കൊണ്ട് ആ പ്രതിയെ കൊണ്ട് കത്തെഴുതിച്ചതാണോ എന്ന് പോലും നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കത്ത് വരുമ്പോൾ, ജയിലിൽ നിന്ന് കത്തയക്കുമ്പോൾ ആ കത്ത് ജയിലധികൃതർ കാണാതെ എങ്ങനെയാണ് പുറത്തു വരിക? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കേസിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ജനഹിതം ഇതാണെന്ന് വരുത്തി തീർത്ത് ജഡ്ജിയെ സമ്മർദ്ദത്തിലാഴ്ത്തി പലതരത്തിൽ ജഡ്ജിയെ വലിച്ചിഴച്ച് സുപ്രീം കോടതി വരെ പോയി പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ച് ഈ കേസിൽ ദിലീപിനെ അങ്ങ് വധശിക്ഷയ്ക്ക് വിധിക്കാം എന്നൊരു തീരുമാനത്തിലായിരുന്നു ചില ആൾക്കാർ. അതിൽ പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് സിനിമാ രംഗത്തു നിന്നുള്ള ചിലർ എന്ന് തന്നെ പറയണം. ഇന്നലെ ലിബർട്ടി ബഷീറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ലിബർട്ടി ബഷീർ പറഞ്ഞത്, ഞാൻ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയോട് വേറെ അഭിഭാഷകരെ വെക്കണമെന്ന്, ഞാൻ പണം കൊടുക്കാമെന്ന്. എന്താ, ആ പെൺകുട്ടിക്ക് പണമില്ലാഞ്ഞിട്ടാണോ ലിബർട്ടി ബഷീർ പണം കൊടുക്കാൻ ഒരുങ്ങുന്നത്? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ലിബർട്ടി ബഷീറിന്റെ ആവശ്യം എന്താണ്? കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഓരോരുത്തരുടെയും ആവശ്യം, തിയേറ്ററുകൾ, ലിബർട്ടി ബഷീറിന്റെ തിയേറ്ററുകളുടെ അവസ്ഥ എന്തായിരുന്നു? ദിലീപിന്റെ ഈ കേസ് വന്ന ശേഷം ലിബർട്ടി ബഷീർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദിലീപിനോട് വൈരാഗ്യമുള്ള പലരും ചേർന്ന് ദിലീപിനെ ഇതിൽ വലിച്ചഴിക്കാനുള്ള ശ്രമമാണ് നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ വിധി വരുമ്പോൾ നമുക്കില്ല. ആദ്യം മുതൽ തന്നെ ഭാരത് ലൈവ് പറഞ്ഞുകൊണ്ടിരുന്നതും ഇതാണ്, ഞങ്ങൾ കൃത്യമായി വാർത്ത ചെയ്യുന്നത് വാർത്ത പഠിച്ചിട്ട് തന്നെയാണ്. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ആരെങ്കിലുമൊക്കെ മാധ്യമരംഗത്ത് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ വാർത്ത ചെയ്യാറുള്ളൂ. അതിലെ ശരിയാണ്, നടിയെ ആക്രമിച്ച കേസിൽ നടിക്ക് നീതി കിട്ടിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ആ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 6 പേരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നു. 6 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ശിക്ഷാവിധി മാത്രമേ വരേണ്ടതുള്ളൂ. അതിൽ ദിലീപിനെ ശിക്ഷിച്ചാൽ മാത്രമേ നടിക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ദിലീപ് ആ ഗൂഢാലോചന കേസിലുണ്ട് എന്ന വാദം നടി ഒരിക്കലും ഉയർത്തിയിട്ടില്ല. ദിലീപിനെ ആ ഗൂഢാലോചന കേസിൽ ഡ്രാഗ് ചെയ്യാൻ ശ്രമിച്ചത് മഞ്ജു വാര്യരാണെന്ന കാര്യത്തിൽ തുടക്കം മുതൽ എല്ലാവരും പറയുന്നു, മഞ്ജു വാര്യരെ ഒന്നും പറയരുത്, മഞ്ജു വാര്യരാണ് പറഞ്ഞത് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന്. മഞ്ജു വാര്യർക്ക് എവിടെ നിന്നാണ് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് വിവരം ലഭിച്ചത്? അന്വേഷണ സംഘത്തിന് പോലും ഇല്ലാതിരുന്ന ഒരു വിവരം മഞ്ജു വാര്യർക്ക് എങ്ങനെയാണ് ലഭിച്ചത്? മഞ്ജു വാര്യർ അതിന് മറുപടി പറയണ്ടേ? മഞ്ജു വാര്യർ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് മഞ്ജു വാര്യർ വിശുദ്ധയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ കേരളത്തിലെ സ്ത്രീകളടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം, തെളിവുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ പ്രോസിക്യൂഷനും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? തെളിവുകളുണ്ട്, ഒരു വട്ടം തെളിവ് കൊണ്ടത് കോടതിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു തെളിവെങ്കിലും കൃത്യമായി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു കോടതിക്കും ഒരു പ്രതിയെയും വിട്ടുകളയാൻ കഴിയില്ല. ഏതെങ്കിലും കൃത്യമായ ഒരു തെളിവ് ഉണ്ടെങ്കിൽ പോലും ഒരു കോടതിക്കും ആരെയും വിട്ടുകളയാൻ കഴിയില്ല എന്ന സാമാന്യ ബോധമാണ് ജനങ്ങൾക്ക് വേണ്ടത്. പണം കൊണ്ടാണ്, അതുകൊണ്ട് കോടതികളെ സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം പൊതുസമൂഹം മാത്രമല്ല, നീതിപീഠം പോലും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നൊരു കേസാണ്. സുപ്രീം കോടതി വരെ ഈ കേസുകൾ വലിച്ചിഴക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ ഒരിക്കലും ഒരു ജഡ്ജിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഒരു താല്പര്യപ്രകാരം ഏതെങ്കിലും ഒരു സ്വന്തം വ്യക്തി താല്പര്യങ്ങളുടെ പുറത്ത് അങ്ങനെ പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ ജഡ്ജിയെക്കുറിച്ച് അഭിഭാഷകരെല്ലാം തന്നെ, അവരുടെ കോടതിയിലുള്ള അഭിഭാഷകരെല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇന്നലെ ഏതോ ഒരു സ്ത്രീ വന്ന് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, ഒരു അഭിഭാഷക. എനിക്ക് തോന്നുന്നു അവർക്ക് ഇക്കേസിൽ എന്തെങ്കിലും ഇടപെടലിലോ എന്തെങ്കിലും ലാഭമോ ഉണ്ടായിരിക്കും.
അല്ലെങ്കിൽ ആളാകാൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സിമ്പതിയും കുറച്ച് ഞാനെന്തോ മഹാസംഭവമാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാകാം. ഏതായാലും അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം വക്കീലിന്റെ കോട്ട് വിട്ടുകൊണ്ട് ഒരു കൊട്ട തെളിവ് അവിടെ മറച്ചിട്ടിരിക്കുകയാണ്. തെളിവുകളെല്ലാം എടുത്തു വെച്ചാൽ ശിക്ഷിക്കപ്പെടാൻ കഴിയും എന്നൊക്കെ പറയുന്നത് ശരിയായ നടപടിയല്ല. തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് അതിൽ ബോധ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ തീരാറായി. ബൈജു പൗലോസിനെ മാത്രം വിസ്തരിക്കാനുള്ള പ്ലാൻ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ മാത്രം വിസ്തരിക്കാനുള്ള സമയം എത്തിയപ്പോഴാണ് ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ അതിലേക്ക് വരുന്നത്. ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന അയാൾ ഫ്രോഡാണെന്ന് ആദ്യം മുതൽ തന്നെ ഭാരത് ലൈവ് പറയുന്നുണ്ട്. ആ കേസിൽ ആ പരാതി നൽകിയ പരാതിക്കാരിയുടെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ ഭാരത് ലൈവിലൂടെയാണ്. ആ വെളിപ്പെടുത്തൽ നടത്തി എന്നുള്ളത് കൊണ്ട് ഭാരത് ലൈവിനെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ അടക്കമുള്ളവരുടെ ആ ഫോൺ നമ്പറുകൾ വരെ റഫറൽ ആയി എഴുതി കൊടുത്തുകൊണ്ട്, അവർ റഫറൽ റെക്കോർഡ് ഇതിലേക്ക് എഴുതി കൊടുത്തുകൊണ്ട് കേസ് റെഫർ ചെയ്യുമ്പോൾ എഴുതി കൊടുത്തിരുന്നു. എനിക്കൊരു ബന്ധവും ഒരു ദിലീപുമായുമില്ല, ഒരാളുമായും. ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് വ്യാസൻ. അതുപോലെ തന്നെ മറ്റൊരു അധ്യാപകൻ ജോൺ ഡിറ്റോ എന്ന് പറയുന്നൊരു അധ്യാപകൻ, അത് എൻ്റെ സ്ഥാപനത്തിലുള്ള 1-2 പേർ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അന്ന് തന്നെ ഞങ്ങൾ കോടതിയിൽ പറയുകയും അന്ന് തന്നെ ആ കോടതിയിലേക്ക് ഞങ്ങൾ എത്തുകയും ഞങ്ങളൊരു ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വളരെ കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അന്വേഷണ സംഘം പുറത്തുവിടട്ടെ. അതായത് ദിലീപിനെതിരാകുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമാകുന്ന ഏതെങ്കിലും ഒരു ഘടകമുണ്ടെങ്കിൽ അവരെ കൂടി പൂട്ടിക്കെട്ടാനുള്ള ശ്രമം എന്തിനാണ് അന്വേഷണ സംഘം നടത്തിയത്? ഇതിൽ അന്വേഷണ സംഘത്തിന് പ്രത്യേക താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളെ കൂടി ഇതിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് അന്വേഷണ സംഘം ഉത്തരം പറയേണ്ടതാണ്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അന്വേഷണ സംഘങ്ങൾ എന്നു മുതലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പോലീസ് പറയുന്ന വെർഷൻ മാത്രം ഇപ്പോൾ വാർത്തയായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ അർജുൻ സി വനജ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അന്ന് അയാൾ എനിക്ക് തോന്നുന്നു മറുനാടനിലായിരുന്നു, അയാളെ വിളിച്ച് ബൈജു പൗലോസ് പല കാര്യങ്ങളും കൈമാറിയിരുന്നു. അതായത് അന്വേഷണ സംഘം തന്നെ ചോർത്തിക്കൊടുക്കുകയാണ്, അതുകൊണ്ട് ഇതുകൊണ്ട് മറ്റേതുണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം? അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യം നടന്ന് അതിലൊരു മെറിറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മാധ്യമങ്ങളെയും നാട്ടുകാരെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് വേറൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇടപെടുന്നിടത്ത് പോലീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസിന്റെ വീഴ്ചകളടക്കം റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ, അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ പോലീസുകാരുടെ സ്പോക്സ് പേഴ്സൺസ് ആയി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പോലീസ് ഏതൊക്കെ തരത്തിലാണ് പ്രതിയെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അത്തരത്തിൽ ഉണ്ടാക്കപ്പെട്ട ആ പല കാര്യങ്ങളും, അത്തരത്തിൽ പല പ്രശ്നങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കേസിന്റെ പോലെ തന്നെ ഒരു കേസാണ് ഈ കേസ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആദ്യം മുതൽ തന്നെ ഭാരത് ലൈവ് പറയുന്നുണ്ട്, ഈ കേസിൽ ദിലീപിനെ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ ദിലീപിനെ ഇതിലേക്ക് വലിച്ചെറിച്ച് ശിക്ഷിക്കാനോ ഉള്ള യാതൊരുവിധ തെളിവുകളും ഇന്ന് വരെ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ചില വ്യക്തിവൈരാഗ്യങ്ങളും ചിലരുടെ ഇടപെടലും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിലേക്ക് ദിലീപിന്റെ ഈ കേസിനെ മാറ്റിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു നറേറ്റീവ് പോലും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.